Let's look at the highlight incorrect words task in the PT listening module. In this task, a text will be given on screen and at the same time you will hear an audio, and whichever words they are saying incorrectly, that you have to highlight. For example, if the sentence given on the screen is the students are playing in the garden and the audio says the students are playing in the park. So instead of garden, they are saying park. So you have to click on that word. For this task, there is negative marks for every incorrect word that you click. So click on only those words which you are 100% sure. In the exam, you'll get around 4 to 5 questions for about 15 to 20 marks. Sometimes the audio will be too fast, or sometimes there will be background music. Some students find it difficult to understand their accent. So you need a lot of practice. In addition to practicing highlight incorrect words, you can also listen to podcasts or English content on YouTube or any other platform in order to improve your listening skills. Make sure you listen to various accents like the American accent, British accent, and Australian accent in order to improve your listening skills. So let's look at a demo class. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി മലയാളത്തിൽ ക്ലിയർ ആയിട്ട് പറയാം. ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് ലിസണിങ് മോഡ്യൂളിലെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ അത് നമ്മൾ APUniയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ അവരൊരു സെൻറ്റൻസ് തന്നിരിക്കും, ഇങ്ങനെ ഒരു സെൻറ്റൻസ് തന്നിരിക്കും. അറ്റ് ദ സെയിം ടൈം ഒരു ഓഡിയോയും പ്ലേ ആവും. ആ സെയിം സെൻറ്റൻസ് ആയിരിക്കും അവർ വായിക്കുന്നത്. പക്ഷെ വായിക്കുമ്പോൾ അവർ ചില വേർഡ്സ് തെറ്റിച്ച് വായിക്കും. അപ്പോൾ ആ തെറ്റി വായിക്കുന്ന ആ വേർഡ്സ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് ഹൈലൈറ്റ് ആവും. അപ്പോൾ ആ വേർഡ്സ് നമ്മൾ മൗസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം, അപ്പോൾ അത് ഹൈലൈറ്റ് ആവും. അതാണ് ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് സെൻറ്റൻസ് എന്ന് വിചാരിക്കുക. അപ്പോൾ അവർ ഓഡിയോ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക കേട്ടോ. ഓഡിയോ ഇങ്ങനെയാണ്. ദ സ്റ്റുഡൻസ് ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. ദേ ആർ വെരി ഹാപ്പി. ദർ മദർ ഈസ് വിത്ത് ദം. ദർ ഇസ് എ പൂൾ ഇൻ ദ പാർക്ക്. ഇപ്പോൾ ഇതിൽ ഞാൻ തെറ്റിച്ച വേർഡ്സ് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അവിടെ ഗാർഡൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ഞാൻ പറഞ്ഞത് പാർക്ക് എന്നാണ്. അവിടെ എക്സൈറ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ പറഞ്ഞത് ഹാപ്പി എന്നാണ്. ടെക്സ്റ്റിൽ ടീച്ചർ എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ പറഞ്ഞത് മദർ എന്നാണ്. അതുപോലെ തന്നെ ഫൗണ്ടന് പകരം പറഞ്ഞത് പൂളാണ്. അപ്പോൾ ഈ 4 വേർഡ്സും നമ്മൾ തെറ്റായിട്ടാണ് ഓഡിയോയിൽ കേട്ടത്. അപ്പോൾ ആ തെറ്റായിട്ട് കേട്ട വേർഡ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. അത് ആ മൗസ് കൊണ്ട് ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ് ഹൈലൈറ്റ് ആവും. അപ്പോൾ അത് ഇങ്ങനെയാണ് ഹൈലൈറ്റ് ആയിരിക്കുന്നത്. ആൻസർ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ സബ്മിറ്റ് പ്രസ് ചെയ്യുക, സബ്മിറ്റ്. എന്നിട്ട് അപ്പോൾ അവിടെ ക്ലിക്ക് ടു സ്കോർ എന്ന് എഴുതി കാണിക്കും, അത് പ്രസ് ചെയ്യുക, ക്ലിക്ക് ടു സ്കോർ. അപ്പോൾ നമ്മുടെ സ്കോർ കാണും. താഴെ ഡിസ്കഷൻ, ബോർഡ്, മീനൊക്കെ കാണാം. എപ്പോഴും നമ്മൾ മീൽ സെലക്ട് ചെയ്ത് വെക്കണം, എന്നാലേ നമ്മുടെ ആൻസേഴ്സ് കാണാൻ പറ്റുള്ളൂ. ഡിസ്കഷൻ ബോർഡിലൊക്കെ സെലക്ട് ചെയ്താൽ മറ്റുള്ളവരുടെ ആൻസേഴ്സാണ് കാണാൻ പറ്റുക. അതുകൊണ്ട് എപ്പോഴും മീൽ സെലക്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇതിന് നെഗറ്റീവ് മാർക്സ് ഉണ്ട്. ഓഡിയോയിൽ സ്റ്റുഡൻസ് അവർ തെറ്റി പറഞ്ഞില്ല, പക്ഷെ ഞാൻ സ്റ്റുഡൻസ് ഹൈലൈറ്റ് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ -1 മാർക്കാണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ട് തെറ്റിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇതിലിപ്പോൾ ഗാർഡൻ അവർ തെറ്റിച്ച് പറഞ്ഞിരുന്നു, പക്ഷെ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തില്ല. സ്റ്റുഡൻസ് അവർ തെറ്റിച്ചിട്ടുണ്ടായില്ല, പക്ഷെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തു. അങ്ങനെ ചെയ്യരുത്. ഏത് വേർഡാണോ അവർ തെറ്റിക്കുന്നത് ആ വേർഡാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. 100% ഷുവറുള്ള വേർഡ് മാത്രം ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്സ് ഉണ്ടാവും. നമ്മൾ 4 വേർഡ്സും കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്താൽ 4 മാർക്ക് കിട്ടും. 3 വേർഡ്സ് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒരെണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ 3 വേർഡ്സിന് 3 മാർക്കായിരിക്കും. ഒരെണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ -1. അപ്പോൾ 3ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 2 മാർക്കായിരിക്കും നമ്മുടെ സ്കോർ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം. ഒരുപാട് പ്രാക്ടീസ് ചെയ്യണത്. എക്സാമിൽ ഒരു 4 ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനത്തെ ഉണ്ടാവും. ഒരു 3-4 ക്വസ്റ്റ്യൻസ് എക്സാമിൽ ഉണ്ടാവും. അപ്പോൾ ഓരോ വേർഡിനും ഓരോ മാർക്കാണ്. പിന്നെ താഴെ റൈറ്റ് സൈഡിൽ നെക്സ്റ്റ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ റീഡു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചെയ്യാം. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫുൾ സ്കോർ കിട്ടും. ഇപ്പോൾ ഇതിൽ 4 വേർഡ്സ് തെറ്റിയിട്ടുണ്ടായില്ലേ, അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ 4 ഔട്ട് ഓഫ് 4 ഫുൾ മാർക്ക് കിട്ടും. എക്സാമിൽ ഇതുപോലത്തെ ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ചില ക്വസ്റ്റ്യനിൽ 3 വേർഡ്സ് ആവും അവർ ഇൻകറക്റ്റ് പറയുന്നത്, ചില ക്വസ്റ്റ്യനിൽ 4 വേർഡ്സ് ആവും ഇൻകറക്റ്റ് പറയുന്നത്. അത് ഫിക്സ്ഡ് ആയിട്ട് പറയാൻ പറ്റില്ല. 3 വേർഡ്സ് തന്നെ ആയിരിക്കും ഇൻകറക്റ്റ്, അല്ലെങ്കിൽ 4 വേർഡ്സ് തന്നെ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഏകദേശം 4 വേർഡ്സ് ഇൻകറക്റ്റ് ആവില്ലേ, അപ്പം 4 മാർക്ക്. അങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഒരു 16 മാർക്ക്.
അപ്പോൾ ഇത് ഒരു എക്സാമിൽ ഒരു 15 മാർക്സ് ഒക്കെ ഉണ്ടാവും ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് റീഡിങ്ങിലേക്കും മാർക്ക് പോവും, ലിസണിങ്ങിലേക്കും മാർക്ക് പോവും. കോൺട്രിബ്യൂഷൻ ആണ്. റീഡിങ്ങിലേക്കും കുറച്ച് മാർക്സ് പോവും, ഇതേ 15 മാർക്സ് ലിസണിങ്ങിലേക്കും. അപ്പോൾ ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ ഒരുപാട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്നുകൂടി ഈസി ആവും. അറ്റ് ദ സെയിം ടൈം ഇംഗ്ലീഷ് എന്തെങ്കിലും ഓഡിയോ കേൾക്കുക. അപ്പോഴാണ് അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. എന്തെങ്കിലും പോഡ്കാസ്റ്റോ എന്തെങ്കിലും യൂട്യൂബിലോ എന്തെങ്കിലും അമേരിക്കൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷൊക്കെ കേൾക്കുക. അപ്പോൾ നമ്മുടെ ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ആവും.